ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി സകല ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറിക്കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അതെന്താണ് ആ ഒരൊറ്റ കാര്യം? ഈ ഒറ്റ കാര്യം ചെയ്താൽ പോലും സകല ദുരിതങ്ങളും ശിവഭഗവാൻ മാറ്റിത്തരും. ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന ലളിതമായ ഒരു കാര്യമാണ്. നിങ്ങൾ ചെയ്തു നോക്കുക. സകല കഷ്ടപ്പാടുകളും മാറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് എന്താണ് ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യേണ്ടത്, ഇത് അറിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ. വളരെ ലളിതമായ ഒരു കാര്യമാണ്, പക്ഷെ ഇത്ര അറിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ പോലും സകല കഷ്ടപ്പാടുകളെ മാറ്റുന്ന ആ ഒരു കാര്യം എന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ വിശകലനം ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക് റിപ്ലൈ തരും. കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ്, ഒരുപാട് വർക്കുകളുടെ തിരക്കുണ്ടാകൊണ്ടാണ്. അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ, ചെയ്യുന്ന രീതി പറയും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാലേ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. ഇതാണ് സാഹചര്യം. ഇത് പറഞ്ഞതേ ഉള്ളൂ, കാരണം സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഒരു ഹൈന്ദവ വിശ്വാസിയാണോ, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളാണോ, തീർച്ചയായിട്ടും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഈ എന്താണ് സകല കഷ്ടപ്പാടും മാറാൻ വേണ്ടി ലളിതമായി ചെയ്യാവുന്ന ഒരു കാര്യം, അത് ഞാൻ പറയുന്നുണ്ട്. ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. പരമേശ്വരന്റെയും പാദങ്ങൾ വന്നിച്ചുകൊണ്ട് ഞാനിത് പറഞ്ഞുതരാം. അവിടെ ചെയ്യേണ്ട കാര്യം, ശിവഭഗവാന് ഞാനീ പറയുന്ന 2 ദിവസങ്ങൾ മാത്രം, മാസത്തിൽ 1 വീതം ചെയ്താലും മതി. മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച, മലയാള മാസം ആദ്യത്തെ തിങ്കളാഴ്ച, ഈ 2 ദിവസം നിങ്ങൾ കരിക്കഭിഷേകം രാവിലെ ശിവക്ഷേത്രത്തിൽ ചെയ്യുക. അത് എന്തിനു ചെയ്യണം, അത് ചെയ്താലുള്ള ഫലം എന്താണ്, മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ, അറ്റം മൂലം കേട്ടിട്ട് ചെയ്യരുത്. മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ചയും മലയാള മാസം ആദ്യത്തെ തിങ്കളാഴ്ചയും കരിക്കഭിഷേകം മാത്രം. മറ്റു വഴിപാടുകളും ചെയ്യാം കേട്ടോ. എന്തായാലും കരിക്കഭിഷേകം ചെയ്യണം, ശിവഭഗവാന് ചെയ്യുക. തലേദിവസം പറഞ്ഞ് ഏർപ്പാടാക്കണം, എങ്കിലേ ചിലപ്പം കരിക്കഭിഷേകം ചെയ്യത്തുള്ളൂ. അപ്പം തലേദിവസം അതിനുള്ള ഏർപ്പാടാക്കണം. മലയാള മാസം ആദ്യത്തെ തിങ്കളാഴ്ച രാവിലെയും മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച രാവിലെയും ശിവനെ കരിക്കഭിഷേകം ചെയ്യണം. ശിവൻ എന്തുകൊണ്ടാണ് കരിക്കഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞത്? കരിക്കഭിഷേകം ശിവന് ചെയ്താലുള്ള ഗുണം, പിതൃപ്രീതി പെട്ടെന്നുണ്ടായി വരും ഞായറാഴ്ച. ഇനി തിങ്കളാഴ്ച ചെയ്താൽ ശാപങ്ങള്, ദുരിതങ്ങള്, പിന്നെ അതുപോലെ എത്ര തീരാത്ത ശാപങ്ങളും തീർന്നു കിട്ടും, ദുരിതങ്ങൾ മാറിക്കിട്ടും. പിന്നെ ഞായറാഴ്ച ചെയ്താൽ പിതൃപ്രീതി ഉണ്ടാകും. ഇത് 2 കാര്യമാണ് അതിൻ്റെ അകത്തെ രഹസ്യം. തിങ്കളാഴ്ച ചെയ്താൽ ഗുരുകൃപയും കൂടെ ഉണ്ടാകും. ഗുരു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഊർജ രൂപത്തിലുള്ള ഒരുപാട് ഗുരുക്കന്മാർ ഈ പ്രപഞ്ചത്തിലുണ്ട്. ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും. ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. നമുക്ക് കാണാൻ പറ്റാത്ത ഊർജമായി തീർന്ന, ചൈതന്യമായി തീർന്ന ഒരുപാട് ഗുരുക്കന്മാർ ഈ പ്രപഞ്ചത്തിലുണ്ട്. ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. തിങ്കളാഴ്ച ശിവന് ജലധാര ചെയ്താൽ ശാപങ്ങൾ മാറിക്കിട്ടും. ഞായറാഴ്ച ജലധാരയല്ല, കരിക്കഭിഷേകം കേട്ടോ. കരിക്കൊണ്ടുള്ള അഭിഷേകം വേണം ചെയ്യാൻ. ഞായറാഴ്ച ചെയ്തു കഴിഞ്ഞാൽ പിതൃപ്രീതി കിട്ടും. ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതിൻ്റെ ചില രഹസ്യങ്ങളോട് മനസ്സിലാക്കിയിട്ട് ചെയ്യാവുള്ളൂ. കേട്ട പാതി കേൾക്കാത്ത പാതി ചെയ്യരുത്. അതിൻ്റെ ചില രഹസ്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് അറിഞ്ഞാലേ അത് ഫലം കിട്ടും നല്ലതായിട്ട്. അതുകൊണ്ടാണ് ഏത് കാര്യം ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്താലേ ഫലം കിട്ടത്തുള്ളൂ. അപ്പം പിതൃപ്രീതി ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്? കടങ്ങൾ മാറും, ബിസിനസ്സുകൾ പൊട്ടത്തില്ല, വിജയിക്കും. തൊഴിൽ ചെയ്താൽ പ്രമോഷൻ ഉണ്ടാകും, പുതിയ തൊഴിൽ ചെയ്യാൻ അവസരം കിട്ടും, വരുമാനം വർദ്ധിച്ചു വരും, കലഹങ്ങൾ മാറും, അതുപോലെ വീട്ടിലെ ദുരിതങ്ങൾ മാറും. പിന്നെ ഈ കുട്ടികളൊക്കെ ഈ തെറ്റായ കൂട്ടുകെട്ടുകളിൽ പോവുക, അതൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ ചിലർക്ക് ഈ സന്താന ദുരിതങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാറും. എന്ന് വേണ്ട, ഭൂമി, വീട്, സമ്പത്ത്, ഐശ്വര്യം എല്ലാം ഉണ്ടായി വരുമെന്നുള്ളതാണ് പിതൃപ്രീതി ഉണ്ടെങ്കിൽ. 1000 ഹോമങ്ങൾ ചെയ്താൽ പോലും കിട്ടാത്ത ഫലം പിതൃപ്രീതി കൊണ്ട് ഉണ്ടായി വരും എന്ന് അറിയുക. അതെന്താണ് ഈ പിതൃപ്രീതിക്ക് ഇത്ര പ്രാധാന്യം വരുന്നത്?
അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ. അത് ഞാൻ പറഞ്ഞത്. നമ്മൾ ചില ചില കുടുംബങ്ങൾ ഒരുപാട് ക്ഷയിച്ച് ആ കുടുംബങ്ങളിൽ ഒരുപാട് ദുരിതങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, അവരുടെ പൂർവികന്മാർ ചെയ്ത ആ പാപത്തിന്റെ ഫലമാണ് ഇവർ അനുഭവിക്കുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും, എടാ പൂർവികന്മാർ ചെയ്ത പാപത്തിന്റെ ഫലം ഇപ്പോൾ ഉള്ളവരെങ്ങനെ അനുഭവിക്കുന്നത്? അതിൻ്റെ അകത്ത് കാര്യമുണ്ട്, കേട്ടോളുക. അങ്ങനെ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. പൂർവികന്മാർ ചെയ്തെന്ന് ഇങ്ങനെ ഇപ്പോൾ ഉള്ളവർ അനുഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളെല്ലാം ഒരു കുടുംബത്തിന്റെ ഭാഗമാണ്, ഒരു തലമുറയുടെ ഭാഗമാണ്. നമ്മുടെ എല്ലാം DNA. ഇപ്പൊ എൻ്റെ കുടുംബത്തില് എൻ്റെ അപ്പൂപ്പന് ജ്യോതിഷം കുറച്ച് അറിയായിരുന്നു. എനിക്കത് ഇച്ചിരി കിട്ടിയിട്ടുണ്ട്. ഇതേ DNA വഴി ഇത് കിട്ടും. അതുപോലെ തന്നെ മുൻപ് ജീവിച്ചിരുന്നവരുടെ കഴിവും കിട്ടും, കഴിവുകേടും കിട്ടും. മനസ്സിലായില്ലേ? നമ്മുടെ DNA കിട്ടും. നമ്മുടെ തലമുറയിൽ മുൻപ് ജീവിച്ചിരുന്നവരുടെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മുടെ DNA ട്രാൻസ്ഫർ ആകും. നമ്മളിൽ അത് ചിലരിൽ ഒരു തലമുറ ഹൈഡായിട്ടായിരിക്കും, ചിലപ്പോൾ അടുത്ത തലമുറയിലായിരിക്കും വരുന്നത്, എങ്കിലും DNA കാണും. ചിലരിൽ അത് പ്രകടമാകാറുണ്ട്, ചിലരിൽ ഹൈഡായിട്ടിരിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും DNA നമ്മുടെ കുടുംബത്തിലെ പൂർവികന്മാരായിട്ടുള്ള ആളുകളുടെ പല കഴിവുകളും കഴിവുകേടുകളും ഉണ്ടായിരിക്കും. അതോടൊപ്പം അവരുടെ പുണ്യങ്ങളും പാവങ്ങളും ഓട്ടോമാറ്റിക്കായി DNA ട്രാൻസ്ഫർ ചെയ്യും. കഴിവുകേടും ട്രാൻസ്ഫർ ആകുമെങ്കിൽ പിന്നെ അവരുടെ പുണ്യങ്ങളും പാവങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ DNA ഉണ്ടാവും. അതുകൊണ്ടാണ് പൂർവികന്മാർക്ക് ശാന്തി കിട്ടാൻ വേണ്ടി, മോക്ഷം കിട്ടാൻ വേണ്ടി നമ്മൾ പോയി ബലിയിടുന്നതിന്റെ കാര്യം അതാ. നമ്മൾ ബലിയിടുമ്പോൾ അവർക്ക് മോക്ഷം കിട്ടും. കാരണം ഇതെല്ലാം കണക്റ്റഡ് ആണ്, DNA കണക്റ്റഡ് ആണ്. നമ്മുടെ ഊർജവും അവരുടെ ഊർജവും, നമ്മൾ അവരെ പ്രാർത്ഥിച്ച് ബലിയിടുമ്പോൾ അവരുടെ ഊർജം ശുദ്ധീകരിക്കപ്പെടും. ഇതെല്ലാം DNA വഴി കണക്റ്റഡാണ്. കാരണം അവരുടെ പല ആ സ്വഭാവവിശേഷങ്ങളും നമ്മുടെ DNA അതുകൊണ്ട് തന്നെ പിതൃക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ എല്ലാ കർക്കിടക വാവിനും നിങ്ങൾ ബലിയിടും. ഇത് മനസ്സിലാക്കിയാൽ ഈ പല കുടുംബങ്ങളും നശിച്ചു പോകാനുള്ള ഒരു കാര്യം, പിതൃപ്രീതി ഇല്ല. കർക്കിടക വാവിന് ബലിയിടത്തില്ല. മരിച്ചു കഴിഞ്ഞാൽ പിതൃകർമ്മങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യത്തില്ല. പിതൃക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ചെയ്യാത്തതാണ് പല കുടുംബങ്ങളും നശിക്കാനുള്ള ഒരു കാര്യം. നിങ്ങൾ തന്നെ നിരീക്ഷിച്ചു നോക്കൂ. അപ്പം ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയ കുടുംബങ്ങളിൽ മാറ്റമുണ്ട്. ഇപ്പം കർക്കിടക വാവ് ബലിക്ക് തന്നെ നോക്കുക, ഒരുപാട് ആളുകൾ കൂടിക്കൂടി വരുവാണ് ഓരോ വർഷം കഴിയുമ്പോഴും. കാരണം ആ കുടുംബത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പണ്ട് ആളുകൾ കുറവാണ്. ഞങ്ങളുടെ ഈ ഏരിയയിൽ, നമ്മളീ താമസിക്കുന്ന ഏരിയ, ഒരു 10 വർഷം മുമ്പ് കർക്കിടക വാവ് ബലി എന്താന്ന് പറഞ്ഞാൽ പോലും അറിയാത്ത ആളുകളായിരുന്നു. ബലിയിടാനൊന്നും പോകത്തില്ല. അതിന്റെ എല്ലാം പല കുടുംബങ്ങളും അനുഭവിച്ചു. പക്ഷെ ഇന്നിപ്പോൾ എല്ലാവരും പോകുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള, ഞാൻ പഠിക്കുന്ന സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. നമുക്കന്ന് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. നമുക്ക് അറിവ് വെച്ചപ്പോൾ മുതൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മൾ പോകുന്നുണ്ട്, എല്ലാവരും പോകുന്നുണ്ട്. അതുകൊണ്ടെല്ലാം നമ്മുടെ എല്ലാ വീടുകളിലും എല്ലാ കുടുംബങ്ങളിലും അതിന് ഗുണം ഉണ്ടായിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ, പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പം പിതൃപ്രീതി ഇവിടെ ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പം പിതൃപ്രീതി കിട്ടാൻ വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ, ഒന്ന് നമുക്ക് അന്നദാനങ്ങൾ ചെയ്യാം. അന്നദാനങ്ങൾ അർഹിക്കുന്നവർക്ക് പെട്ടെന്ന് പിതൃക്കൾ പ്രസാദിക്കും. 2, നമ്മളുടെ പക്കനാളിന് ഈ അന്നദാനം ചെയ്യുന്നത് ശനിയാഴ്ച ചെയ്യാം, വ്യാഴാഴ്ച ചെയ്യാം, നമ്മളുടെ പക്കനാളിന് ചെയ്യാം, പിന്നെ തിങ്കളാഴ്ച ചെയ്യാം, ഞായറാഴ്ചകൾ ചെയ്യാം. ഇത് ഈ ദിവസങ്ങളിലൊക്കെ നല്ലതാണ്. പിന്നെ അതല്ല, ഒരു ആഹാരം ആവശ്യമുള്ളപ്പോൾ എപ്പം വേണേലും ചെയ്യാം, നല്ലതാണ്. പിന്നെ അതോടൊപ്പം അന്നദാനം ചെയ്യുന്ന പിതൃപ്രീതി ഉണ്ടാകും. പിന്നെ പിതൃപ്രീതി ഉണ്ടാകുന്ന കാര്യം, ശിവന് കരിക്കഭിഷേകം ചെയ്താൽ പെട്ടെന്ന് പിതൃപ്രീതി ഉണ്ടാകും. ലക്ഷങ്ങൾ മുടക്കി പല കാര്യങ്ങളും ചെയ്തിട്ട് ജീവിതത്തിൽ രക്ഷപ്പെടാത്തൊരു ഇതൊന്ന് ചെയ്തു നോക്കുക. കരിക്കഭിഷേകം ശിവന് തിങ്കൾ ശനി ദിവസങ്ങളിൽ രാവിലെ ചെയ്യുക. മാസത്തിൽ 1 ചെയ്താൽ മതി. മലയാള മാസം ആദ്യ തിങ്കൾ, മലയാള മാസം ആദ്യ ഞായർ. ഇനി അതല്ല, മലയാള മാസമൊക്കെ വിട്, മാസത്തിൽ ആദ്യ തിങ്കളും ഞായറും ഒക്കെ വിട്. മാസത്തിൽ ഏതെങ്കിലും ഒരു തിങ്കളോ ഞായറോ ചെയ്താലും മതി, ഒരു കുഴപ്പമില്ല. പിന്നെ മലയാള മാസം ആദ്യ തിങ്കളോ, മലയാള മാസം ആദ്യ തിങ്കളെ, മലയാള മാസം ആദ്യ ഞായർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലത്. ഇനി ഇതൊന്നും അല്ലേ പോലും മാസത്തിൽ ഏതെങ്കിലും ഒരു ഞായറും ഏതെങ്കിലും ഒരു തിങ്കളും മാസത്തിൽ 1 വീതം നിങ്ങൾ ചെയ്ത് നോക്കി. ശിവന് കരിക്കഭിഷേകം ചെയ്ത് നോക്കുക. പെട്ടെന്ന് പിതൃപ്രീതി ഉണ്ടാകും എന്നുള്ളതാണ്. അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ജീവിതത്തിൽ രക്ഷപ്പെടാത്തവർ ഇത് ചെയ്താൽ രക്ഷപ്പെടും. വിശ്വാസത്തോടുകൂടി ചെയ്യണമെന്ന് മാത്രം. ഈ
അഗസ്ത്യ മഹർഷിയുടെ ഒരു ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. അതായത് അഗസ്ത്യ മഹർഷി ഹിമാലയം വിട്ട് ഉത്തരേന്ത്യ ഒക്കെ വിട്ട് ദക്ഷിണേന്ത്യയിലൂടെ ഒരിക്കൽ സഞ്ചരിക്കുമ്പോൾ അഗസ്ത്യ മഹർഷി ഒരിക്കൽ ഒരു കാട്ടിലെത്തി അദ്ദേഹം ഒരു മരത്തിന് ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ ആ വടവൃക്ഷത്തിനു മുകളിൽ കരച്ചിലും ബഹളവും കേൾക്കുന്നു. അദ്ദേഹം മുകളിലേക്ക് നോക്കിയപ്പോൾ, അദ്ദേഹം സിദ്ധനല്ലേ, അദ്ദേഹം മഹാമുനിയല്ലേ, അദ്ദേഹം മുകളിലേക്ക് നോക്കിയപ്പം ഈ ആത്മാക്കളുടെ കരച്ചിലാണ് എന്ന് മനസ്സിലായി. അദ്ദേഹം അവരുമായി സംസാരിച്ചു. അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട്, അദ്ദേഹം മഹാമുനിയല്ലേ. അപ്പൊ ആത്മാക്കൾ പറഞ്ഞു, ഞങ്ങള് മരിച്ചു പോയവരാണ്, ഞങ്ങൾ ആത്മാക്കളാണ്, ഞങ്ങൾക്ക് വേണ്ടി ആരും ബലിയിട്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ശാന്തി കിട്ടാതെ ഞങ്ങൾ അലയുകയാണ് പ്രേതമായിട്ട്. അപ്പം അഗസ്ത്യര് ചോദിച്ചു, നിങ്ങളുടെ വംശത്തിൽ ആരുമില്ലേ നിങ്ങൾക്ക് ബലിയിടാൻ? ഒരാളുണ്ട്, പക്ഷെ അയാൾ ചെയ്യുമോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അത് ഒരു സന്യാസം സ്വീകരിച്ചു പോയി, അയാൾ ചെയ്യുമോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. സന്യാസം സ്വീകരിച്ചവർക്ക് അങ്ങനെ ചെയ്യരുതെന്ന് വിധിയുണ്ടല്ലോ. അപ്പോഴത്തേനും അഗസ്ത്യമുനി ചോദിച്ചു, ആരാണ് അദ്ദേഹം? അപ്പം പറഞ്ഞു, അയാളുടെ പേര് അഗസ്ത്യരെന്നോ. അപ്പൊ അഗസ്ത്യമുനിക്ക് മനസ്സിലായി ഇത് അഗസ്ത്യമുനിയെ കുറിച്ചാണ് പറയുന്നത്, അഗസ്ത്യമുനിയുടെ ആ പിതൃക്കളാണെന്ന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം മഹാമഹർഷിയാണ്, അദ്ദേഹത്തിന്റെ എല്ലാത്തിനും പരിഹാരമുണ്ട്. അദ്ദേഹം ഉടനെ ഞാൻ ഇതിന് പരിഹാരം ചെയ്യാം എന്ന് അവരെ സമാധാനിപ്പിച്ച ശേഷം അദ്ദേഹം അവർക്ക് വേണ്ടി തമിഴ്നാട്ടില് ബലിയിട്ടു എന്നുള്ളതാണ്. അങ്ങനെ ആ പിതൃക്കൾക്ക് മോക്ഷം കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വളരെ പ്രാധാന്യമുള്ളതാണ് ഈ പിതൃക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും പിതൃക്കൾക്ക് വേണ്ടിയുള്ള ബലിയും ഒക്കെ. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഈ ജീവിതത്തിലെ ഇപ്പം എല്ലാ ദുരിതങ്ങളും മാറുവാൻ വേണ്ടിയും സർവ്വ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയും പിതൃക്കളുടെ അനുഗ്രഹം പോലെ ഒന്നാണ് ഗുരുവിന്റെ അനുഗ്രഹവും. അതിനൊരു വിദ്യ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ജോലി കിട്ടും, ജോലി ഇല്ലാത്തവർക്ക് ഉറപ്പാണ്, അനുഭവം ഉണ്ടാകുകൊണ്ടാണ് പറഞ്ഞത്. ജോലി ഉയർച്ച കിട്ടും, രക്ഷപ്പെടും, ഒരു ജീവിതമാർഗം കിട്ടും, ചെയ്യുന്ന ബിസിനസ്സുകളിൽ വിജയിക്കും, എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാകും, എപ്പോഴും ഒരു സഹായം കിട്ടും. അതിനൊരു വിദ്യ പറഞ്ഞുതരാം. പിതൃ കഴിഞ്ഞാൽ പിന്നെ ഗുരുപ്രീതി വളരെ അനിവാര്യമാണ്. അതായത് നിങ്ങൾ രാവിലെ കുളി കഴിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കിഴക്കോട്ടിരുന്നോ വടക്കോട്ടിരുന്നോ ചെയ്യാം. വടക്കോട്ടിരുന്ന് ചെയ്താൽ കൂടുതൽ നല്ലതാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ 2 കാൽപാദങ്ങൾ സങ്കല്പിക്കുക. അത് ഗുരുവാണെന്ന് വിചാരിക്കുക, പാദങ്ങൾ മാത്രം. ഒരു ഗുരുവിനെയും ചിന്തിക്കേണ്ട, ഗുരു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. എന്നിട്ട് ആ കാൽപാദങ്ങളിൽ നിങ്ങൾ ഭസ്മം കൊണ്ട് ആ കാൽപാദങ്ങളെ നിങ്ങൾ ഭസ്മം തേക്കുന്നതായിട്ട് സങ്കല്പിക്കുക മനസ്സുകൊണ്ട്, കണ്ണു തുറന്നുകൊണ്ട് തന്നെ. എന്നിട്ട് ഗുരു ശരണമെന്ന് മനസ്സിന്ന് ജപിക്കുക മനസ്സുകൊണ്ട്. ഇത് വടക്കോട്ട് തിരിഞ്ഞെന്ന് ഒരു 3 തവണ ജപിച്ചിട്ട്, ഗുരുവേ എനിക്ക് സമ്പത്തും സമൃദ്ധിയും നൽകണേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ, എന്നെ സഹായിക്കണേ, എന്നെ നയിക്കണേ, സമ്പത്തും സമൃദ്ധിയും നൽകണേ ഞാൻ എന്ന് ഗുരുവിനോട് പറയാം മനസ്സുകൊണ്ട്. ഈ വിദ്യ നിങ്ങൾ രാവിലെ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങൾ ചെയ്തോ. നിങ്ങളെ പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഒക്കെ ഇത് പിന്നെ രാവിലെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ദിക്കൊന്നും നോക്കണ്ട, വെറുതെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ഇടയ്ക്ക് ഇത് ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവും. ഒരു പുതിയ ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളായിക്കോട്ടെ, ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ അകത്തൊരു രഹസ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ കർമ്മവുമായിട്ട് കണക്റ്റ് ആകാൻ പറ്റുന്ന ചില ഗുരുക്കന്മാരുണ്ട്. അത് ജീവിച്ചിരിക്കുന്നതല്ല, ഊർജമായിട്ട് നിൽക്കുന്ന. ജീവിച്ചിരിക്കുന്ന ഗുരു എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാത്തിലും പരിമിതിയുണ്ട്. നമ്മളെപ്പോലെ തന്നെ കർമ്മം ഉള്ളത് കൊണ്ടാണ് വന്ന് ജനിച്ചിരിക്കുന്നത്. മരണത്തിനപ്പുറം നിൽക്കുന്ന ഈശ്വരീയമായ ചൈതന്യമായി തീർന്ന ഗുരുക്കന്മാരുണ്ട്. ഞാൻ അവരെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് നമ്മുടെ ജീവിതം പെട്ടെന്ന് മാറ്റാൻ പറ്റും. അപ്പം നമ്മൾ ഇങ്ങനെ ഗുരുവിനെ വിളിച്ചു കഴിയുമ്പോൾ നമ്മളുടെ കർമ്മവുമായി പെട്ടെന്ന് കണക്റ്റ് ആകാൻ പറ്റിയ ചില ഗുരുക്കന്മാരുണ്ട്. ആ പ്രപഞ്ചത്തിൽ ചൈതന്യമായ ആ ഗുരുക്കന്മാര് നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആകും. ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾ ഗുരുവിനെ കണ്ടെത്തുകയല്ല, ഗുരു നമ്മളിലേക്ക് വരികയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മളിപ്പം പോയി അവിടെ എവിടെയും പോയി ഗുരുക്കന്മാരെ തൊഴുതു, അതൊന്നും നമുക്ക് പറ്റുന്ന ഗുരുക്കന്മാരായിരിക്കണമെന്നില്ല. നമ്മളിലേക്ക് വരുന്നതാണ് യഥാർത്ഥ ഗുരു. കാരണം നമ്മുടെ കർമ്മദോഷങ്ങള് ഇപ്പൊ ജന്മാനുജന്മങ്ങളായിട്ട് നമ്മുടെ ആത്മാവിൽ അടങ്ങിയിരിക്കുന്ന സംസ്കാരം, നമ്മൾ ചെയ്ത പാപകർമ്മങ്ങളെ, പുണ്യകർമ്മങ്ങളെ, നമ്മുടെ കർമ്മദോഷങ്ങളെ, ഇതൊക്കെ അനുസരിച്ചാണ് നമ്മളിലേക്ക് ഗുരു വരുന്നത്. നമ്മൾ ഗുരുവിനെ കണ്ടെത്തുക അല്ല ചെയ്യുന്നത്. നമ്മൾ കണ്ടെത്തുന്നത് നമുക്ക് പറ്റുന്ന ഗുരു ആയിരിക്കത്തില്ല പലപ്പോഴും. അതാണ് പലർക്കും പറ്റുന്നത്. പലരും കാണുന്നിടത്തെല്ലാം ഗുരുനാഥ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ എല്ലാം പോയി തൊഴുന്നത് നല്ലതാണ്. പക്ഷെ അതായിരിക്കത്തില്ല നിങ്ങൾ വിളിക്കേണ്ട യഥാർത്ഥ ഗുരു.
അത് നിങ്ങൾ ഈ വിദ്യ ചെയ്തു കഴിയുമ്പോൾ ആ യഥാർത്ഥ ഗുരു നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആകും. ആ ഗുരു നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ആത്മാവിലേക്ക് വേണ്ട അനുഗ്രഹങ്ങൾ, ജ്ഞാനം, വിദ്യ ഒക്കെ തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ആ ഗുരുവിനെ കാണാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും ആ ഗുരു ഇടപെടും. നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത്, ഐശ്വര്യ, ഉയർച്ച ഒക്കെ ഉണ്ടായി വരും. ഉറങ്ങുന്ന സമയത്ത് ആ ഒരു ഉറക്കത്തിന്റെ ഒരു പ്രത്യേക സ്റ്റേജില് ആ ഗുരു നമ്മളിലേക്ക് പല അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ഗുരു രഹസ്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? ഗുരു രഹസ്യം ഇതാരും പറഞ്ഞു തരാത്ത രഹസ്യമാണ്. അപ്പൊ ഇത് നിങ്ങൾ ഈ വിദ്യ ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകും. നന്മ ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ നന്മ ഉണ്ടാകണം, എല്ലാവരും ഈശ്വരനെ അറിയണം. അവിടെ ഇവിടെയൊക്കെ ഗുരു ഗുരു എന്നൊക്കെ പറഞ്ഞു പോയി വല്ലവരുടെയും കാലയിലൊക്കെ വീണ് അവരുടെ കർമ്മദോഷം മേടിച്ചു വെച്ച് ഈ മനുഷ്യനായിട്ട് ജനിക്കുന്ന എല്ലാവർക്കും കർമ്മദോഷമുണ്ട്. കർമ്മദോഷത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് എത്രമാത്രം മറ്റൊരാളെ കർമ്മം ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ ബുദ്ധിക്ക്. പിന്നെ നല്ല കാര്യങ്ങൾ പറയുന്ന ഗുരുക്കന്മാരുണ്ട്, അവരുടെ നല്ല കാര്യങ്ങൾ സ്വീകരിക്കുക, അത് നമ്മളെ നല്ല വഴിക്ക് നയിക്കും. പക്ഷെ യഥാർത്ഥ ഗുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ചേഞ്ച് ആക്കാൻ പറ്റുന്ന, അനുഗ്രഹം തരാൻ പറ്റുന്ന ഗുരുവാണ്. അത് മരണത്തിനപ്പുറം നിൽക്കുന്ന ആ എനർജിയാണ്. മനസ്സിലായി? അങ്ങനെയുള്ള ഗുരുക്കന്മാരുണ്ട്. അല്ലാതെ ഇപ്പൊ ഹിമാലയത്തിലുള്ള അവധൂതന്മാർക്ക്, ജീവിച്ചിരിക്കുന്ന അവധൂതന്മാർക്ക് നമ്മുടെ ജീവിതം മാറ്റാൻ പറ്റും. അതുപോലുള്ള മഹാസന്യാസിമാർക്ക് മാറ്റാൻ പറ്റും. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ കർമ്മങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് പലപ്പോഴും. പക്ഷെ മഹാന്മാരായ സന്യാസിമാർക്കും ഋഷിമാർക്കും, ജീവിച്ചിരിക്കുന്ന അവധൂതന്മാർക്ക്, ഋഷിമാർക്കും, സന്യാസിമാർക്കും ഒക്കെ ജീവിതം മാറ്റാൻ പറ്റും. അങ്ങനെയുള്ളവർ വളരെ അപൂർവമാണ്. അതിവിടെങ്ങും അങ്ങനെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് ഹിമാലയത്തിലോ അങ്ങനെയൊക്കെ സാധിക്കും. പിന്നെ അവധൂതന്മാർ പലയിടത്തും കാണും, പക്ഷെ അവർക്ക് തോന്നുന്നവരെ മാത്രമേ ചിലപ്പോൾ അനുഗ്രഹിക്കാറുള്ളൂ. അതുകൊണ്ട് ഞാനീ പറഞ്ഞ ഗുരുവിദ്യ ചെയ്യുക. ആ പ്രപഞ്ചത്തിൽ നിന്ന് എനർജിയായ ഗുരു നിങ്ങളുമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവും. ഇതാരും പറഞ്ഞു തരത്തില്ല. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.